അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചാൽ ഇപ്പോൾ കുറ്റം പറയുന്ന ഷൈല ടീച്ചർ, ഇപ്പോൾ കുറ്റം പറയുന്ന EP ജയരാജൻ, ഇപ്പോൾ കുറ്റം പറയുന്ന PK ശ്രീമതി, ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയുന്ന പൊതുസമൂഹം, ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും അന്ന് പിണറായിയെ വാഴ്ത്തുകയില്ലാതെ പിണറായി മോശക്കാരനാണല്ലേ, പിണറായി കഴിവില്ല, PR ഇമേജ് ആണെന്ന് അന്ന് ആരെങ്കിലും അനുവദിച്ചില്ലല്ലോ. CPM-ന്റെ മുതിർന്ന നേതാക്കൾ, ഒരു MA ബേബി മാത്രമല്ലെന്നേ. നിങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തിയത് മിന്നൽ പിണറായി എന്നാണ്. മിന്നൽ പിണറായി അപ്പോൾ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറണമെന്ന് പറയുന്നത് വെറുതെ മാധ്യമ സൃഷ്ടിയാണെന്നാണ് താങ്കൾ പറയുന്നത്. ആരാണ് പറഞ്ഞത്? എന്താടോ വാര്യരെ താൻ നന്നാവത്തെ എന്ന ആ ഡയലോഗാണ് എനിക്ക് നമ്മുടെ പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കേക്കയോട് പറയാൻ തോന്നുന്നത്. എത്ര കിട്ടിയാലും കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്നാണോ സഖാവിൻ്റെ രീതി? ഞാൻ വരാം അതിലേക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും വിമർശിക്കേണ്ടി വരുന്നത്? ഇത് എപ്പോൾ തുടങ്ങിയതാണ് ഈ തിരിച്ചടി? പണ്ട് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് പറഞ്ഞപ്പോൾ അത് കുറേ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ വടിയായിട്ട് നിൽക്കുന്നത്രേ. ചോദിച്ചാലും കുറ്റം, ചോദിച്ചില്ലെങ്കിലും കുറ്റം. തിരുവാക്കി എതിർവായില്ല എന്നുള്ള പിണറായിയുടെ ലൈൻ ഇനി വില പോകില്ല എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞപ്പോൾ MA ബേബി സഖാവ് കൃത്യമായി വ്യക്തമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കേക്കയ്ക്ക് എന്ത് തോന്നുന്നു? ഈ പിണറായി ഇനി അനിഷേധ്യനായ നേതാവായി CPM-ൽ എത്ര നാൾ തുടരും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പ്രതിപക്ഷ നേതാവ് മാറണമെന്നുള്ള മുറവിളി നമ്മൾ പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. മുഖ്യമന്ത്രി മാറണം, മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭ തന്നെ രാജിവെച്ച് പോകണം എന്നൊക്കെ നമ്മൾ നിരന്തരമായി കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് മാറണമെന്ന മുറവിളി ഭരണപക്ഷത്തു നിന്നല്ല ഉയർന്നത്, പ്രതിപക്ഷത്ത് നിന്ന് തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് നല്ലൊരു വിഭാഗം നേതാക്കന്മാർ കൃത്യമായി പിണറായിക്കിട്ട് അടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായിയെ വേദിയിലിരുത്തി മുന്നിലിരുത്തി MA ബേബി പറഞ്ഞു വെച്ചത് അത് തന്നെയല്ലേ? വിനയമില്ല, മര്യാദയില്ല, ധാർഷ്ട്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടി. ഇപ്പോൾ പാർട്ടി കേട്ടുകൊണ്ടിരിക്കുന്നതും പിണറായിയും ഗോവിന്ദനും വരുത്തി വെച്ച വിന. അതിൽ പിണറായിയിലേക്ക് തന്നെയല്ലേ ഫോക്കസ്? അവിടെ തീർച്ചയായിട്ടും അതിന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നന്ദികേട് എന്നൊരു വാക്ക് കൂടി സ്യൂട്ടാവും. കാരണം എന്തിന്? ആരോട്? കാരണം ഞാൻ പറയട്ടെ, അതായത് കൃത്യമായിട്ടും ഈ പാർട്ടി സംവിധാനം വലിയ ഒരു പാർട്ടി സംവിധാനമായിരുന്നു. അതിനകത്ത് ഒരു കാലഘട്ടത്തിൽ വിഭാഗീയത ആളിക്കത്തിയ ഒരു കാലഘട്ടമുണ്ട്. ഈ പാർട്ടി 2 വഴിക്കാവുമോ 3 വഴിക്കാവുമോ ചിതറിപ്പോകുമോ എന്നുള്ള രീതിയിലേക്ക് വളരെയേറെ ശക്തമായ വിഭാഗീയത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നു. ഈ പാർട്ടിയിലെ എല്ലാ മാലിന്യങ്ങളെയും അല്ലെങ്കിൽ എന്താണ് എല്ലാ ഒറ്റുകാരെയും കുലംകുത്തികളെയും അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഈ പദപ്രയോഗങ്ങൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് ദോഷവും ഈ പദപ്രയോഗങ്ങൾ ഉന്നയിച്ചതിന് ശേഷം, ഈ പദപ്രയോഗങ്ങൾ നടത്തിയതിനു ശേഷം നിങ്ങൾ പറയുന്ന ഒരു വാക്കിനകത്ത് പരനാറി പ്രയോഗമുണ്ട് ഇല്ലേ? ലാസ്റ്റാണല്ലോ. അതിനും അപ്പുറത്തുള്ള പരനാറി പ്രയോഗമുണ്ട്, അല്ലെങ്കിൽ കടക്കൂപുറത്തുണ്ട്, അല്ലെങ്കിൽ കുലംകുത്തിയുണ്ട്. ഈ പ്രയോഗങ്ങൾക്കൊക്കെ ശേഷം ഈ പാർട്ടി 10 കൊല്ലം സ്ഥിരമായി 10 കൊല്ലം തുടർഭരണം സംഭവിച്ചത് എപ്പോഴായിരുന്നു? തുടർഭരണം സംഭവിച്ചപ്പോൾ അദ്ദേഹം രാജാവായിരുന്നു, അദ്ദേഹം മഹാനായിരുന്നു, പാർട്ടിയുടെ പുണ്യവാളനായിരുന്നു. പ്രതിസന്ധി അതിലൂടെയൊക്കെ പടവരുത് നിന്നൊരു ക്യാപ്റ്റൻ എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു, ജനത്തിനൊരു തുടർച്ചയുണ്ടായിരുന്നു. പക്ഷേ ആ കോവിഡ് അടക്കം ചീറ്റിപ്പോയി. ഒന്നാം പിണറായി ഉണ്ടാക്കാൻ പറ്റിയത് ജനം കൊടുത്ത മാൻഡേറ്റ് ചീറ്റിപ്പോയെങ്കിൽ പിന്നെ എങ്ങനെയാണ് തുടർഭരണം സംഭവിച്ചത്? ഞാൻ അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്. അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്. കേരളം അതുവരെ ആയിക്കോട്ടെ പ്രളയമായിക്കോട്ടെ ആ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു. അന്നേരം താങ്കൾ ഈ പറഞ്ഞ പാർട്ടിക്കാർക്ക്, താങ്കൾ ഈ പറഞ്ഞ MA ബേബിക്ക്, താങ്കൾ ഈ പറഞ്ഞ കണ്ണൂർ ലോബിക്ക്, താങ്കൾ ഈ പറഞ്ഞ പൊതുസമൂഹത്തിന് അദ്ദേഹം എന്തായിരുന്നു? ക്യാപ്റ്റൻ ആയിരുന്നു. കേരളത്തിലെ ജനങ്ങളെ ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ കുറ്റം പറയുന്ന ഷൈല ടീച്ചർ, ഇപ്പൊ കുറ്റം പറയുന്ന EP ജയരാജൻ, ഇപ്പൊ കുറ്റം പറയുന്ന PK ശ്രീമതി, ഇപ്പൊ അദ്ദേഹത്തെ കുറ്റം പറയുന്ന പൊതുസമൂഹം, ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും അന്ന് പിണറായിയെ വാഴ്ത്തുകയില്ലാതെ പിണറായി മോശക്കാരനാണല്ലേ, പിണറായി കഴിവില്ല, PR ഇമേജ് ആണെന്ന് അന്ന് ആരെങ്കിലും അനുവദിച്ചില്ലല്ലോ? ടീച്ചർ എത്ര തവണയാണ് KK ശൈലജ ടീച്ചർ വാർത്താ സമ്മേളനം നടത്താൻ വന്നിരിക്കുന്നു? നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച ഒറ്റയടിക്കല്ലേ എല്ലാം മാറിയത്. 2 മണിക്കൂർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വരുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു, ബ്രേക്ക് ദ ചെയിനെ കുറിച്ച് പറയുന്നു, മഹാമാരി. ഒറ്റ കാര്യം ചോദിക്കട്ടെ, കോവിഡ് എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയൊരു കാര്യമല്ല, ഒരു വകുപ്പിൽ ഒതുങ്ങുന്ന കാര്യമല്ല. അത് ആ സമയത്ത് രാജ്യത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് രാജ്യത്തെ അഡ്രസ്സ് ചെയ്തത് ആരാ?
പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ആക്ഷേപവുമില്ല. നമുക്ക് നിങ്ങൾ ആ ആക്ഷേപം- സമയത്ത് നമുക്ക് നമ്മൾ പിണറായിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിയിലേക്ക് പോകുന്ന തന്ത്രം അത് കേൾക്കേ. ഞാൻ പറയട്ടെ, തന്ത്രം അവിടെ വിട്. യാഥാർത്ഥ്യങ്ങളല്ലേ നമ്മൾ സംസാരിക്കുന്നത്. യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് യാഥാർത്ഥ്യങ്ങൾ ഞാനൊന്നും പറഞ്ഞത്. പാർട്ടി നിങ്ങൾക്കവിടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണോ നിങ്ങൾ ശരി, കണ്ടത്? രാജ്യത്ത് നിങ്ങൾ കണ്ടത് ആരെയാണ്? ശരി, അന്ന് ശരി ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആ രാജ്യങ്ങളെ അഡ്രസ് ചെയ്തത് ആരാണ്? അവിടുത്തെ പ്രത്യേക മന്ത്രിമാരാണോ? ലോകം മുഴുവൻ ആ ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതിനെ അഡ്രസ് ചെയ്തത്. കേരളത്തിൽ പിണറായി വിജയൻ അഡ്രസ് ചെയ്തു എന്നതുകൊണ്ട് പിണറായി വിജയൻ അതിന്റെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, കോവിഡ് തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടത്തിൽ അത് അത്രത്തോളം ആഘാതമായിട്ടല്ല ഫീൽ ചെയ്തത്. അതിന്റെ ഗൗരവം മാറി. ശരി, സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അതിലേക്ക് മാറി. ക്യാപ്റ്റൻ നയിക്കണം, അത് അദ്ദേഹം ചെയ്തു. ശരി, ക്യാപ്റ്റൻ നയിച്ചു, ശരിയാണ്, നമുക്ക് അതിനോടൊക്കെ യോജിപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി CPM തുറന്ന് സമ്മതിക്കുകയാണ്, ഇതല്ല CPM എന്ന്, ഇങ്ങനെയല്ല CPM-ന്റെ രീതി എന്ന്, ഇതല്ല നേതാക്കന്മാരുടെ ഭാഷയെന്ന്, ശരീരഭാഷയായാലും പെരുമാറ്റ രീതിയായാലും. നമുക്ക് പിണറായി വിജയന്റെ ഈ 10 വർഷം ശരി ക്യാപ്റ്റൻ നയിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് വടിയെന്നോ കടക്ക് പുറത്തുനിന്നോ ശരി തൽക്കാലം നമുക്കത് മാറ്റി നിർത്താം. ഇത് പൊതുജനങ്ങളോട് അഡ്രസ്സ് ചെയ്യുന്ന രീതി, വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞു. ജനം ഇപ്പൊ പറഞ്ഞ അവസ്ഥയില്ലേ, വീട്ടിൽ പോയി ഇരിക്കുന്ന ജനം മാത്രമാണ് പറയുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ, ഒരു MA ബേബി മാത്രമല്ലെന്നേ, കണ്ണൂർ ലോബി ആയാലും ഇനി ആലപ്പുഴ ലോബി എന്ന് പറഞ്ഞാലും നേതാക്കന്മാർ ചെറുത് തൊട്ട് വലുതുവരെ പിണറായിക്കെതിരെ വിമർശനം. ഞാൻ അവിടെ തന്നെയാണെന്നേ പറയുന്നത്. ഇത് പിണറായി ഇന്നലെ തുടങ്ങിയ ശൈലിയാണോ? അദ്ദേഹം 10 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്ന സമയത്ത് ഇതിനേക്കാൾ ഭീകര രൂപിയായിട്ട് അവതരിപ്പിച്ചിരുന്ന ആളാണ് മാധ്യമങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന് ഫാരീസ് അബൂബക്കർ ബന്ധം നിങ്ങൾ ആഘോഷിച്ചില്ലേ? കമല ഇന്റർനാഷണൽ നിങ്ങൾ ആഘോഷിച്ചില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടാൻ പറ്റുന്ന രീതിയിലെല്ലാം വേട്ടയാടി. അതിനു മുമ്പ് VS വിരുദ്ധൻ, VS-നെ ഇല്ലാതാക്കി, തകർത്തു, പാർട്ടി പിടിച്ചു, എല്ലാരെയും ഒതുക്കി, അമർത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ ആക്രമിച്ചതാണ്, തളർത്തിയതാണ്, തകർക്കാൻ ശ്രമിച്ചതാണ്. തകർന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് മുഖ്യമന്ത്രിയായി വന്നു. അതിനുശേഷം അദ്ദേഹം എന്തായി? 2ാം ഘട്ടത്തിൽ തുടർഭരണം നേടിയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തിയത് മിന്നൽ പിണറായി എന്നാണ്. മിന്നൽ പിണറായി. അത് മാധ്യമങ്ങൾ എപ്പോഴും നേതാക്കന്മാരെ ഉയർത്താറുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഞാൻ ചോദിക്കട്ടെ, വീണ കഥയാണെങ്കിൽ കെ കരുണാകരൻ വീണില്ലേ? AK ആന്റണി പോയില്ലേ? ഉമ്മൻചാണ്ടിയെ അവസാനം ഞാൻ ചോദിക്കട്ടെ, അതിനും അപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് LK അദ്വാനി എന്ന നേതാവിനെ ഓർമ്മയുണ്ടോ? വീണ പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ 10 കൊല്ലത്തിന് ശേഷം അധികാരത്തിൽ നിന്നും പിണറായി വിജയൻ പുറത്തു പോയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഏകപക്ഷീയമായി അദ്ദേഹം വളരെ മോശക്കാരനാണ്, സമൂഹം തകർത്തു, ഇല്ലായ്മ ചെയ്തു എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും മറ്റാളുകൾക്ക് മുമ്പിൽ മാറേണ്ട അവസ്ഥ വരും. അത് യാഥാർത്ഥ്യമാണ്. മാറുന്നില്ലല്ലോ. ആ കസേരയിൽ തന്നെ ഞാൻ തന്നെ ആ കസേരയിൽ എനിക്ക് ശേഷം പ്രളയം എന്ന സ്ഥിതി ഇപ്പോഴും തുടരുന്നത് കൊണ്ടല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നു. ഇപ്പൊ ഈ MA ബേബി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധിക്കാരം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ അത് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ MA ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആണല്ലോ. ഈ MA ബേബി അടക്കമുള്ള ബോഡികൾ തീരുമാനിച്ചിട്ടല്ലേ, അല്ലാതെ പിണറായി വിജയൻ നേരെ വന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേര കണ്ടിട്ട് അവിടെ എത്തിക്കാൻ പറ്റും? പിന്നെ ഈ മുറവിളി എന്തിനാണ്? അല്ലല്ല, നിങ്ങൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ പാർട്ടിക്കുള്ളിൽ എല്ലാ പാർട്ടിക്കുള്ളിലും ഏതൊരു കാലഘട്ടത്തിലും വിമത വിഭാഗങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിലെടുക്കുക, VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അദ്ദേഹം ശക്തനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ എതിർസ്വരങ്ങളില്ലേ? പുറത്ത് കേൾക്കുന്നില്ലേ? ശരി, VD സതീശനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ എന്താണ്, പ്ലീസ് എനിക്കൊന്ന് മറുപടി പറയാൻ അവസരം തരൂ. നിങ്ങൾ 3 ചോദ്യം ചോദിച്ചില്ലേ? തുരുതുരാ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കുകയും റിക്വസ്റ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ 10 വർഷക്കാലം പിണറായിയുടെ വാർത്താ സമ്മേളനങ്ങൾ കാണുന്നവർ എന്താണ് കണ്ടുപിടിച്ചത്? അവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ 10 വർഷത്തിന് മുമ്പും അദ്ദേഹത്തിന്റെ ശൈലി അതല്ലായിരുന്നോ? അത് നമ്മൾ ഓൾറെഡി
എന്നുള്ളതാണ്. എന്തിന് ആ ഞാൻ ശൈലി. ചോദിക്കട്ടെ, ഞാൻ എന്റെ ശൈലി തിരുത്തിയാൽ പിന്നെ ഞാനാണോ? നിങ്ങൾ അത് പാർട്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പിണറായി വിജയനെ കാണുന്നത്? പിണറായി കേന്ദ്ര വിജയൻ കമ്മിറ്റി അല്ല പിണറായി വിജയൻ നിങ്ങളുടെ ശൈലിക്ക് മാറണമെന്ന് പറഞ്ഞാൽ നടപടിയുള്ള കാര്യമാണോ? അപ്പൊ കേന്ദ്ര കമ്മിറ്റിക്ക് മുകളിലാണോ പിണറായി? കേന്ദ്ര കമ്മിറ്റിക്ക് മുകളിലാണോ പിണറായി? കേന്ദ്ര കമ്മിറ്റിക്ക് മുകളിലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പൊ പിന്നെ പാർട്ടി പറയുന്നത് തിരുത്തണ്ടേ? എങ്ങനെ? ആ തിരുത്ത് എന്തുകൊണ്ട് പിണറായി അത് സ്വീകരിക്കുന്നില്ല? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിണറായി വിജയനെ ഏകപക്ഷീയമായിട്ടാണോ പാർട്ടി പറഞ്ഞത്? എം വി ഗോവിന്ദനെതിരെ ആക്ഷേപമല്ലേ? എം വി ജയരാജനെതിരെ ആക്ഷേപം ഉണ്ടായിരുന്നില്ലേ? കോടതി പിടിച്ച് ജയിലിനകത്തിട്ടിട്ടുണ്ട് എം വി ജയരാജനെ, ഇല്ലേ? ഇത് ആർക്കാണ് ഇല്ലാത്തത്? എം സ്വരാജ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പിതൃശൂന്യ പരാമർശം നടത്തിയിട്ടില്ലേ? ചിന്താചരം നടത്തിയിട്ടില്ലേ? CPM-നുള്ള എത്രയോ നേതാക്കൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളാകെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടത് പിണറായിയുടെ വ്യക്തമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് പിണറായിയുടെ വ്യക്തമൊന്നുമില്ല. മകൾക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ, മറ്റുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ഇത്തരത്തിൽ മക്കൾക്ക് നേരെ ആരോപണം വരുമ്പോൾ, അവിടെ കോടിയേരിയുടെ ഉദാഹരണം തന്നെയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കോടിയേരി മക്കൾക്ക് നേരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ ആ ധാർമ്മികത മുന്നിൽ കണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്ന കോടിയേരിയാണ് നമ്മൾ കണ്ടത്. VS അച്യുതാനന്ദനും പലപ്പോഴും പല തീരുമാനങ്ങളിലും പാർട്ടിക്കുള്ളിൽ നിന്നും തനിക്ക് നേരെ പടയൊരുക്കം വരുന്നു എന്നറിയുമ്പോൾ അവിടെ കൃത്യമായ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇത്രയും കാലം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം തുടർന്ന മൗനം, പിന്നീട് മകൾക്ക് നേരെ കൃത്യമായി കാര്യങ്ങൾ എത്തുന്നു എന്ന് കണ്ടപ്പോൾ പ്രതികരിക്കുന്ന രീതി ഏറ്റവും അവിടെയും എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് കൃത്യമായിട്ടും ബിനീഷ് കോടിയേരിയുടെ കേസല്ലേ നിങ്ങൾ പറയുന്നത്? ബിനീഷ് കോടിയേരി ജയിലിനുള്ളിലായിരുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ? കേസ് എന്തായിരുന്നു? ഒടുവിൽ കേസിന്റെ ധാർമ്മികത വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ശരി, വിടാമെന്നല്ല, ധാർമ്മികത വെച്ച് തന്നെ സംസാരിക്കാം. ബിനീഷ് കോടിയേരി ജയിലിൽ കിടക്കുന്നു. ജയിലിൽ കിടക്കുന്ന മകൻ ഉള്ള ഒരു പാർട്ടി സെക്രട്ടറി, അത് പാർട്ടിയുടെ തീരുമാനമാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ആരോപണമാണ്. മകൾക്കെതിരെയുള്ള ആരോപണം മാത്രമാണ്, ഇപ്പോഴും ആരോപണമാണ്. എന്റെ ഒരു ചോദ്യം, അരവിന്ദ് കെജ്രിവാളിനെ ED പിടിച്ച് ജയിലിലിട്ടു. നിങ്ങൾ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ED പിടിച്ച് ജയിലിലിട്ടു. ഇപ്പൊ അദ്ദേഹം അകത്താണോ പുറത്താണോ? അദ്ദേഹം കുറ്റം ചെയ്തതാണോ അല്ലയോ? ചോദ്യം സ്ട്രൈറ്റ് ആണ്. തെളിയാൻ ED വീണയെ ചോദ്യം ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനി കൂടുതൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും കൃത്യമായിട്ടും ഒരു ചോദ്യം ചെയ്യലിന് അപ്പുറത്തേക്ക് ഇതാ ഇപ്പൊ പിടിച്ചു, അകത്തിട്ടു, ഇപ്പൊ പിടിച്ചു, നാളെ ഇട്ടു, പിണറായി വിജയനിലേക്ക് എത്തുന്നു, എത്തിയില്ല. ഞാൻ ചോദിക്കട്ടെ, നടപടി എടുത്ത കേസുകളിൽ EDയുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? EDയുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു കൃത്യമായ ചോദ്യം അവിടെ ഉണ്ട്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തു, സോണിയാഗാന്ധിയെ ED ചോദ്യം ചെയ്തു. ഇവരൊക്കെ രാജിവെച്ച് പോവുകയാണ്. ശരി, മകളുടെ വിഷയം മാറ്റി നിർത്താം. ഇനി മകളുടെ വിഷയം നിങ്ങൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറണമെന്ന് പാർട്ടിക്കുള്ളിൽ സ്വരം ഉണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് അടിക്കാം. നേതാക്കന്മാർക്കെതിരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആരുടെ ശരീരഭാഷയാണ്, ആരുടെ ശരീരഭാഷയുടെ കാര്യം പറഞ്ഞാൽ ആരുടെ പെരുമാറ്റമാണ്? എം വി ഗോവിന്ദനെ കുറിച്ചുള്ള അത്രയും എം വി ഗോവിന്ദൻ സ്വയം പറഞ്ഞു. എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, അതാണ്. അത് എം വി ഗോവിന്ദനെ കുറിച്ച് ആയിക്കൂടെ? പിണറായി വിജയനെ കുറിച്ച് പണ്ടേ ഉള്ള ആക്ഷേപങ്ങളാണ് എന്നിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറണമെന്ന് പറയുന്നത് വെറുതെ മാധ്യമ സൃഷ്ടിയാണെന്നാണ് താങ്കൾ പറയുന്നത്. ആരാണ് പറഞ്ഞത്? എത്ര മുറവിളിയാണ് കേൾക്കുന്നത്? ആരാണ് പറഞ്ഞത്? ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എന്തെല്ലാം പേജുകൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സോഷ്യൽ മീഡിയ വെച്ചിട്ടാണോ ഒരു പാർട്ടിയുടെ സംവിധാനത്തെ നിങ്ങൾ? അവിടെയാണ് എനിക്ക് പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ആ പാർട്ടിയെ കുറിച്ച്, പിണറായി വിജയൻ ഈ പാർട്ടിയെ കുറിച്ച് എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ആ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ പറഞ്ഞു ശരി, ഇനി അവിടെ ശരി, നിങ്ങൾ പറയുന്നതിനോട് യോജിക്കുന്നു. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റായി പോയെന്ന് MA ബേബി പറഞ്ഞത് പിന്നെ ആരാ നടത്തിയത്? അയ്യപ്പ സംഗമം. ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി, ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായി. അതിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അവതരിക്കുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി കൊടുക്കുന്നു. അത് തിരിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കിട്ട് അടിക്കുന്നു. അത് തിരിഞ്ഞ് CPM-നെ അടിക്കുന്നു.
പത്മകുമാർ വീഴുന്നു, വാസു വീഴുന്നു, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം സതുദ്ദേശത്തോടു കൂടി എന്തായിരുന്നു? അന്ന് പിണറായി വിജയൻ അയ്യോ ഇപ്പൊ നാളെ ഇതെല്ലാം ഇവരിങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണം അവിടെ പോയിട്ടുണ്ട്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സ്വയം കൊണ്ട് ട്രാപ്പ് ചെയ്തതാണോ? അദ്ദേഹം ആ സമയത്ത് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന ഉദ്ദേശം എന്താണ്? നേരത്തെ നമുക്കറിയാമല്ലോ, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിഭാഗം വിശ്വാസികൾ ഈ പാർട്ടിയിൽ നിന്നും അകന്നുപോയി. ആ അകന്നുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ അല്ല കേൾക്കൂ, ശബരിമലയുമായി ബന്ധപ്പെട്ട് എനിക്ക് അവിടെ നിങ്ങളുടെ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് അടുത്തേക്ക് പോകാം. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായി ശബരിമല സീസൺ നിങ്ങൾ നോക്കൂ. ശബരിമല സീസൺ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ. ആദ്യം 1-2 ദിവസം ഉണ്ടാകുന്ന തിരക്ക് പ്രശ്നങ്ങൾ, അതിനുശേഷം എത്ര കൃത്യമാണ്. നിങ്ങൾക്ക് അവിടെ പൂത്തുപോയ അരവണ നിങ്ങൾക്ക് കാണണ്ട, പൂത്തുപോയ അപ്പം നിങ്ങൾക്ക് കാണണ്ട. അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല, സംവിധാനങ്ങൾ പദ്ധതികൾ കൃത്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹം ഇങ്ങനെയാണ്, ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി നമ്മൾ കോപ്പ് കൂട്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹം ദുർബലനാണെന്ന് കാണിക്കാനുള്ള ന്യായങ്ങളാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ ദുർബലനായി പോകുന്നുണ്ട് പിണറായി എങ്കിൽ, ആക്രമണങ്ങളുടെ മൂർച്ച കൂടുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും പിണറായി ശൈലി എന്നറിയാൻ രാഷ്ട്രീയ കേരളത്തിന് വലിയ കൗതുകമുണ്ട്. ക്രിയാത്മക പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്ന് ഭരണപക്ഷമല്ല പറയുന്നത്. പ്രതിപക്ഷത്തിനുള്ളിലെ കെ സുനിൽ പറഞ്ഞതുപോലെ കുറച്ചു പേരാണെങ്കിൽ, കുറച്ച് മാധ്യമങ്ങളാണെങ്കിൽ അതുണ്ടെന്ന് കൂടി പിണറായിയും ടീമിയും ഓർക്കുന്നത് നല്ലത് എന്ന് തന്നെയാണ് ഈ സമയത്ത് ഇൻസൈഡ് ഔട്ട്സൈഡിൽ പറയാനുള്ളത്.